അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. സ്വർഗമിതാ ഇവിടെ, മാലാഖവൃന്ദവുമായി, മറിയമിതാ വിശുദ്ധരിതാ ഈ അൾത്താരയിൽ. സ്വർഗമിതാ ഇവിടെ, മാലാഖവൃന്ദവുമായി, മറിയമിതാ വിശുദ്ധരിതാ ഈ അൾത്താരയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മളിന്ന് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളാണ് ആചരിക്കുന്നത്. ദൈവപുത്രനായ ഈശോ മിശിഹ എന്തുകൊണ്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുൻപിലുള്ള ഉത്തരങ്ങൾ രണ്ടാണ്. ഒന്നാമതായിട്ട്, പാപികളായ നമ്മോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം. രണ്ടാമതായിട്ട്, താൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, മകനാണ് എന്ന ആ ബോധ്യം ഉള്ളിൽ ഉറപ്പിക്കുവാൻ വേണ്ടി. നമ്മളിന്ന് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ തന്നെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മളെല്ലാവരും തന്നെ പാപികളാണ്. മാമോദീസ വഴിയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മകനായി മകളായി തീരുകയാണ് മാമോദീസായിലൂടെ. ആയതിനാൽ ഈ വലിയ മുഹൂർത്തത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ലഭിച്ച ചൈതന്യം നിലനിർത്തുവാനായിട്ട് വീണ്ടും വീണ്ടും ഇത് ഓർക്കുവാനുള്ള ഒരു സമയമാണ്. നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പുരോഹിതനും പ്രവാചകനും രാജാവുമായി തീർന്നുകൊണ്ട് ഈ ഭൂമുഖത്തിൽ നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെ നവീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളോടുകൂടി ഒരു പുതിയ കാലഘട്ടം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടം ഈ ദിവസത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച സാധാരണ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ഈ ക്രിസ്മസ് നാളുകളിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക്, ഏറെ പ്രത്യേകിച്ച് ഈശോയുടെ ജനനത്തിലൂടെ, ഈശോയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ, ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ പുതുജീവൻ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ജന്മദിനങ്ങൾക്കും വിവാഹ വാർഷികങ്ങൾക്കുമൊക്കെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. ഇന്നേറെ പ്രത്യേകിച്ച് വിവാഹ വാർഷികം ആചരിക്കുന്ന ജിയോയ്ക്കും ലിബിയ മോൾക്കും പ്രത്യേകമായിട്ട് വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ
നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനി അന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനി അന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും
വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേലിറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായി അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജന്മം പ്രാപിച്ച അങ്ങേ ദത്തപുത്രർ അങ്ങേ പ്രീതിയിലെന്നും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതന്നനാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമം സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനത്തിനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്കു നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവാലും ശക്തിയാലും
ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മൂന്നാമധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുവാൻ ഗലീലിയയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോഴിത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മൾ ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആചരിക്കുമ്പോൾ ചില പ്രത്യേകതകൾ നമ്മൾ ഇന്നത്തെ ദിവസം ഈ ജ്ഞാനസ്നാന തിരുനാളിൽ ഓർക്കേണ്ടതുണ്ട്. സുവിശേഷങ്ങളെല്ലാം എടുത്താൽ 4 സുവിശേഷങ്ങളിലും വിവരിക്കുന്ന ഒരു രംഗമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. ത്രിത്വൈക ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വരുന്ന നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈശോയുടെ ജ്ഞാനസ്നാന സമയം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈശോയെ ദൈവപുത്രനായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഓർത്തു വയ്ക്കുവാനുള്ളത് ഇതാണ്. എല്ലാ സുവിശേഷങ്ങളിലും പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച്. ത്രിത്വൈക ദൈവത്തിൻ്റെ ആഗമനം നമ്മൾ ഈ ജ്ഞാനസ്നാന വേളയിൽ കാണുന്നു. ഈശോയെ ദൈവപുത്രനായിട്ട് പ്രഘോഷിക്കുന്ന സമയമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. എന്തൊക്കെയാണ് ഈ സമയത്ത് പുതുതായിട്ട് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജ്ഞാനസ്നാനം വഴി പരിശുദ്ധ പാപികളായ നമ്മെ ഓരോരുത്തരെയും യേശുനാഥൻ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് നമ്മോട് തന്നെ പക്ഷം ചേരുന്ന ഒരു വലിയ നിമിഷമാണ് ഈശോയെ സംബന്ധിച്ച് ഈ ജ്ഞാനസ്നാനം. എന്തിനാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? പാപികളായ നമുക്ക് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ
പാപികളായ മനുഷ്യരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പക്ഷം ചേരുന്ന നിമിഷമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. ഇവിടെ രണ്ടാമതായിട്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ പരസ്യ ജീവിതം ആരംഭിക്കുവാനുള്ള തൻ്റെ തീരുമാനമാണ്. ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് യേശുനാഥൻ. ഈശോയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വെളിപ്പെടുത്തൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു അവബോധമാണ് ഈശോയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിൽ പോകുമ്പോൾ സാത്താൻ ചോദിക്കുന്ന ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ ഇത് ചെയ്യുക എന്ന്. ഈശോയ്ക്ക് തന്നെ 3 ബോധ്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പാപികളായ നമ്മോടുകൂടി പക്ഷം ചേരുന്നു. രണ്ടാമതായിട്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ഉറച്ച ബോധ്യം ലഭിക്കുന്നു. മാമോദീസ വേളയിൽ, ഈശോയുടെ മാമോദീസ വേളയിൽ യോർദാൻ നദി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ നദികളും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. തൻ്റെ സ്പർശനത്താൽ, തൻ്റെ പാദസ്പർശത്താൽ എല്ലാ ജലവും വിശുദ്ധീകരിക്കപ്പെടുന്ന വലിയ ഒരു സംഭവമാണ് മാമോദീസായിലൂടെ ദൈവപുത്രൻ നടത്തുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ കൊട്ടിയടക്കപ്പെട്ട സ്വർഗം തുറക്കപ്പെടുന്ന വലിയൊരു രംഗം നമ്മളിന്ന് സുവിശേഷത്തിലൂടെ വായിച്ചു കേട്ടു. ആദവും ഹവ്വയും പാപം ചെയ്ത് അവർ പുറത്താക്കപ്പെട്ടപ്പോൾ സ്വർഗം അടക്കപ്പെട്ടതാണ്. ആ സ്വർഗം വീണ്ടും തുറക്കപ്പെടുകയാണ് മാമോദീസായിലൂടെ. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഇറങ്ങി വരൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഈശോയുടെ ജ്ഞാനസ്നാന സമയം. പിന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്ന് ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ ജ്ഞാനസ്നാനം, ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ജ്ഞാനസ്നാനം തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ ജ്ഞാനസ്നാനം എന്തൊക്കെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ഒന്നാമതായിട്ട് നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, മകനെ മകളെ നീ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം, നമ്മുടെ മാമോദീസാ വേളയിൽ ദേവാലയ കവാടത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ എന്ത് പേരാണ് ഈ ശിശുവിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന്. ജ്ഞാനസ്നാന മാതാപിതാക്കളും പേര് കൊടുക്കുന്നു. പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റേതാക്കി മാറ്റുകയാണ്, മുദ്ര കുത്തുകയാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും തന്നെ ഒരു പേരുണ്ട്. എന്നാൽ അതുകൂടാതെ നമ്മുടെ വീടുകളിൽ ചിലപ്പോഴൊക്കെ ചെറിയ പുന്നാര പേരുകളൊക്കെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അപ്പു എന്നോ അമ്മു എന്നോ ചക്കര എന്നോ മുത്തു എന്നോ പല രീതിയിലൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? സ്നേഹം കൊണ്ട് തൻ്റേതാക്കി മാറ്റുകയാണ് പേര് ചൊല്ലി വിളിക്കുക. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ ആദ്യമായി നടന്നത് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് മുദ്രിതമാക്കിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പറയാറുണ്ട്, ഉത്ഭവപാപത്താൽ നമ്മെ ഓരോരുത്തരെയും അലട്ടുന്ന പാപങ്ങളെല്ലാം തന്നെ മോചിപ്പിക്കപ്പെടുന്ന ഒരു വലിയ നിമിഷമാണ് മാമോദീസ. ജലത്താൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഉത്ഭവപാപത്തിൽ നിന്നുള്ള മോചനം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധയായ മകനായി മകളായി തീരുന്ന നിമിഷമാണ് നമ്മുടെ ജ്ഞാനസ്നാനം. മൂന്നാമതായിട്ട് ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ജലത്താൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും നവജീവൻ ലഭിക്കുകയാണ്. തിരികൊടുത്തുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിനെന്ന്. ആ കുഞ്ഞു കൈകളിൽ പിടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് നിൻ്റെ ഉള്ളിലേക്ക് നൽകുകയാണെന്ന്. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ വരത്താൽ നിറയ്ക്കപ്പെടുകയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ. നാലാമതായിട്ട് പറയുമ്പോൾ വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് ജ്ഞാനസ്നാനത്തിലൂടെ. ഈശോയെപ്പോലെ നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വൈദികൻ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്,
പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിക്കുവാൻ പ്രതിഷ്ഠാതൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നുവെന്ന്. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. 3 ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. പുരോഹിതനാണെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധീകരിക്കുവാനുള്ളതാണ്. നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ളതാണ്. നിൻ്റെ ഭവനത്തിലായിരിക്കാം, നീ പഠിക്കുന്ന സ്കൂളിലായിരിക്കാം, നീ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, എവിടെ ആയിരിക്കുന്നോ അവിടെയൊക്കെ വിശുദ്ധീകരിക്കുക എന്ന വലിയ ധർമ്മം നീ ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നീ പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട്, തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും ശരിയെ എന്നും ഉണരുവാനുമുള്ള ഒരു ചങ്കൂറ്റമാണ്. ഈ ചങ്കൂറ്റം ഏറ്റെടുത്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ. ഇത് പറഞ്ഞു തരേണ്ടത് മാതാപിതാക്കളാണ്. കാരണം നമ്മളന്ന് ചെറുതായതുകൊണ്ട് ഇതൊന്നും ഓർക്കുന്നില്ല. മൂന്നാമതായിട്ട് രാജാവാണ്. രാജാവാണെന്ന് പറഞ്ഞാൽ ബാഹ്യമായ ആചാരങ്ങൾ നടത്തുന്നവനല്ല, മറിച്ച് തന്നെ നിയന്ത്രിക്കുവാനായിട്ട്, തനിക്ക് ചുറ്റുമുള്ളവരെ നിയന്ത്രിക്കുവാനായിട്ടുള്ള കഴിവുള്ളവൻ. തന്നെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ചെയ്തികൾ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സ്വർഗോന്മുഖമായി ജീവിക്കുവാനുള്ള ഒരു തൻ്റെ ഇടം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനം നമ്മൾ നവീകരിക്കുവാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റെടുത്തത്? 1, പേര് ചൊല്ലി വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം. നമ്മൾ ദൈവത്തിൻ്റേതാണെന്നുള്ള ബാഹ്യമായ കാര്യങ്ങളല്ല, നമുക്ക് എന്തുണ്ടാ അല്ലെങ്കിൽ എന്തില്ല എന്നല്ല, നീ ദൈവത്തിൻ്റേതാണ്, നീ മകനാണ്, മകളാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനും ഒന്നിൻ്റെയും പിന്നാലെ പോവുകയില്ല. നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്, ശുദ്ധീകരിക്കപ്പെട്ടവളാണ്. ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവനാണ്, നിറയ്ക്കപ്പെട്ടവളാണ്. ദൗത്യം ഏറ്റെടുക്കപ്പെട്ടവളാണ്, ഏറ്റെടുക്കപ്പെട്ടവനാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജ്ഞാനസ്നാനം നമുക്ക് നൽകുന്ന വലിയൊരു അറിവാണ്. ജ്ഞാനത്താൽ നമ്മൾ സ്നാനപ്പെടുന്നു. വെള്ളത്താൽ സ്നാനപ്പെടുന്നത് പോലെ തന്നെ ജ്ഞാനത്താലും ബോധ്യത്താലും നമ്മൾ പുതിയ മനുഷ്യനായിത്തീരുന്നു. അങ്ങനെ ഓരോ നിമിഷവും പുതിയ കാൽവയ്പ് വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈശോയെപ്പോലെ തൻ്റെ ദൗത്യം, ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ബോധ്യത്തോടുകൂടി മകനാണ്, മകളാണെന്ന ബോധ്യത്തോട് ചെയ്യുവാനായിട്ട് നമുക്ക് ഏവർക്കും കഴിയട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധഗ്രന്ഥങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ
നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ അജഗണത്തെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവജനത്തെ വിശ്വാസ ചൈതന്യത്തിലും സ്നേഹതീക്ഷ്ണതയിലും നയിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ജ്ഞാനസ്നാനത്തിലൂടെ അങ്ങേ മക്കളായി തീർന്ന ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടും പിശാചിനെയും പാപത്തെയും പാടെ ഉപേക്ഷിച്ചുകൊണ്ടും നല്ല സുവിശേഷവാഹകരായി തീരുവാൻ വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ പുതുവർഷത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ കരുണയുടെയും കരുതലിൻ്റെയും സാക്ഷികളാകുവാനും ഞങ്ങളാൽ കഴിയും വിധം മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമാം വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് അങ്ങേ പുത്രൻ്റെ ജ്ഞാനസ്നാനവേളയിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രമുഖ സ്ഥാനം നൽകാനും അതുവഴി സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംജാതമാകുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദയാപരനായ കർത്താവേ, ജ്ഞാനസ്നാനം സ്വീകരിച്ച് മൃതിയടഞ്ഞ എല്ലാ ക്രൈസ്തവ മക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവരെയും അങ്ങേ കാരുണ്യാതിരേകത്താൽ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുഞ്ഞുമക്കളെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് അമ്പപ്രതിഷ്ഠ നടത്തുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്കൊരു നിമിഷം ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും മൗനമായിട്ട് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംഭവിക്കുവാൻ അർഹയായ കനികാമറിയാം അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുൻപാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആത്മവ്യതകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സഹന വഴികളിലൂടെ കുരിശിൽ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയുവാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിപ്പിക്കുമാറാകണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുവാനിടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാനിടയാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്കു മുൻപിൽ ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിന്നലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിന്നലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോലേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോലേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso esti Deo Patri omnipotendi in unitate Spiritus Sancti omnis honore gloria per omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം.
വാഴും ഞങ്ങൾ തൻ താര നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നു ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ഹൃദയത്തിലെൻ്റെ നാഥൻ കടന്നിരിക്കും, കഥനങ്ങളാകെ എന്നെ അകന്നു പോകും. കൊഴിഞ്ഞിടും പൂക്കൾ പോലെ വീണടിയും പാപമില്ല, പറന്നിടും പ്രാവു പോലെ സ്നേഹമെന്നിൽ ശാന്തിയേകും. ഹൃദയത്തിലെൻ്റെ നാഥൻ കടന്നിരിക്കും, കഥനങ്ങളാകെ എന്നെ അകന്നു പോകും. ഒരിക്കലൻ ജീവിതത്തെ വിറപ്പിച്ച പാപഭാരം ഇറക്കി ഞാൻ ശാന്തനായി സ്തുതിക്കുമീ സാന്ധ്യനേരം. അനുഗ്രഹമേകിടുന്നിൻ അകതാരിലേശുനാഥൻ, അതു കേട്ടു പാടിടുന്നു അവനിൽ ജീവജാലം. ഞാനുമൊപ്പം പാടി നിന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹൃദയത്തിലെൻ്റെ നാഥൻ കടന്നിരിക്കും, കഥനങ്ങളാകെ എന്നെ അകന്നു പോകും. ഈലയ്ക്കുള്ളിൽ നീരു പോലെ തുളുമ്പുന്നു നന്മ എന്നിൽ, ഇടയ്ക്കെന്നു വീണു കിട്ടും നിധിയായി നാഥനെന്നിൽ. മെഴുതിരിപ്പൂക്കളാലേ തെളിച്ചു ഞാൻ എൻ്റെ ഉള്ളം, ഇരുമിഴി നീരിനാലേ നനച്ചു ഞാൻ നിന്റെ പാദം. കാലമൊപ്പം പാടി നിന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹൃദയത്തിലെൻ്റെ നാഥൻ കടന്നിരിക്കും,
കഥനങ്ങളാകെ എന്നെ അകന്നു പോകും. കൊഴിഞ്ഞിടും പൂക്കൾ പോലെ വീണടിയും പാപമില്ല. പറന്നിടും പ്രാവു പോലെ സ്നേഹമെന്നിൽ ശാന്തിയേകും. ഹൃദയത്തിലെൻ്റെ നാഥൻ കടന്നിരിക്കും. കഥനങ്ങളാകെ എന്നെ അകന്നു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദിവ്യദാനത്താൽ പരിഭൂഷിതരായ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതനെ വിശ്വസ്തയോടെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ യഥാർത്ഥ മക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാനും അപ്രകാരമായിരിക്കുവാനിടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഈടവക ചേരിയക്കര സാജുവിൻ്റെയും ഷീലയുടെ മകൻ കിങ്സൺ, ഈടവക കൂളിയത്ത് ജോസഫിൻ്റെയും റാണിയുടെയും മകൾ അഞ്ജലി മരിയെ നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. ഈടവക കുര്യപറമ്പിൽ സെബാസ്റ്റ്യൻ്റെയും മേഴ്സിയുടെ മകൻ അബിത്ത്, വരാപ്പുഴ അതിരൂപത മഞ്ഞുമേൽ പള്ളിയിടവക കൊല്ലംപറമ്പിൽ ജോൺസൻ്റെയും ഷാലറ്റിൻ്റെയും മകൾ ലിഡിയെ നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. ഈടവക കുണ്ടുകുളങ്ങര ഹൈസൻ്റെയും റിനിയുടെയും മകൻ വിനു, ഇരിങ്ങാലക്കുട രൂപത പൊയ്യ പള്ളിയിടവക തച്ചിൽ എഫ്രേമിൻ്റെയും കൊച്ചുറാണിയുടെയും മകൾ ടിൻസി നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. എറണാകുളം അതിരൂപത കോട്ടേക്കാവ് പള്ളിയിടവക മുട്ടത്ത് വർഗീസിൻ്റെയും ഫിലോമിനയുടെ മകൻ നിതിൻ, ഈടവക പാലപ്പറമ്പിൽ സ്റ്റാൻലിയുടെയും ഫ്ലോറിയുടെയും മകൾ സ്റ്റെനി നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. തുരുത്തിപ്പുറം പള്ളിയിടവക ചെമ്മാശ്ശേരി സ്റ്റീഫൻ്റെയും ബേബിയുടെ മകൻ ആൻ്റണി ആൽബി, ഈടവക കല്ലുംപുറത്ത് ഫ്രാൻസിസിൻ്റെയും ഷൈനിയുടെ മകൾ മേരി ഷെൻസി നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. എറണാകുളം അതിരൂപത തുരുത്തിപ്പുറം പള്ളിയിടവക ചാലമനമേൽ ക്ലീറ്റസിൻ്റെയും വത്സയുടെ മകൻ നെൽസൺ, ഈടവക കൈതപ്പള്ളി വിൻസെൻറ്റിൻ്റെയും സ്റ്റെല്ലയുടെയും മകൾ ജനതയും നമ്മൾ വാങ്ങിച്ചുമായിരിക്കുന്നു. ഈ വിളിച്ചിൽ കല്യാണങ്ങൾക്ക് ഏതെങ്കിലും മുടക്കമുണ്ടായിരുന്നാൽ ബഹുമാനയുടെ വികാരിയച്ഛനെ അറിയിച്ചു കൊള്ളണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിന് ക്യാമറയും മറ്റ് ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഈ ആഴ്ച സംഭാവനയായി ലഭിച്ചത് 15,000 രൂപയാണ്. സംഭാവന നൽകിയ എല്ലാ സഹോദരങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം നേരുകയും പ്രത്യേകം നന്ദിയും കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രൂപതാതലത്തിൽ നടത്തിയ കോട്ടപ്പുറം രൂപതാതലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നമ്മുടെ ഇടവകയിലെ 8ാം ക്ലാസ്സിലെ കെസിയ ബോസിന് പ്രസംഗ മത്സരത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. നമ്മൾ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്കുള്ള ഒരു നന്ദിയുടെ ബലി, കൃതജ്ഞതാബലി ഇന്ന് രാവിലെ 8:30 ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അമ്പ് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. നമ്മുടെ ഇടവകയിൽ എല്ലാ കുടുംബ യൂണിറ്റുകളും വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കുടുംബ പ്രതിഷ്ഠ, അമ്പ് പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ചിലരൊക്കെ പറഞ്ഞു ഒരുപാട് ദൈവാനുഗ്രഹം ഒരു ദിവസം മുഴുവൻ അമ്പ് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചുവെന്ന്. അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കുടുംബങ്ങൾക്ക് കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും മഹാമാരിയിൽ നിന്നൊക്കെ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചിലപ്പോൾ അമ്പ് പ്രതിഷ്ഠകൾ എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞാൽ നേരത്തെ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ നൽകാം. ഇനി വൈകിയാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾക്കത് വൈകി നൽകിയാൽ മതി. ഓരോ ദിവസവും കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞാൽ പൂർത്തിയായിട്ട് തന്നെ നിങ്ങൾ അമ്പ് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. നേരത്തെ കഴിയുകയാണെങ്കിൽ നേരത്തെ കൊണ്ടുവരിക. ഇനി വൈകിയാണെന്ന് പറഞ്ഞാൽ ഈ മാസം അവസാനമാണ് കഴിയുന്നതെങ്കിലും അവസാനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും അതുപോലെ ദൈവാനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
നമുക്ക് എഴുന്നേറ്റ് നിന്ന് അമ്പ് പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചെല്ലാം. ദൈവമേ, ഇന്ന് അമ്പ് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാവിധ മഹാമാരികളും പകർച്ചവ്യാധികളും തിന്മകളും പൈശാചിക ശക്തികളും അകന്നു പോകണമേ. ഞങ്ങളെ നന്മയിലും സൗഖ്യത്തിലും നിലനിർത്തണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തുണയും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസഹായവും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പൈതൃക സാന്നിധ്യവും എന്നുണ്ടായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിവാഹവാർഷികം ആഘോഷിക്കുന്ന ജിയോയ്ക്കും ലിബിയ മോൾക്കും വിവാഹവാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ജ്ഞാനസ്നാനത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ദൗത്യത്താൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണെന്ന് ഓർത്തുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സമാപന ആശീർവാദം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ശിരസ്തമിച്ച് ആശീർവാദം സ്വീകരിക്കുവേൻ. തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്താൽ ലോകത്തിൻ്റെ അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണ്ണമായ തിരുപ്പിറവിയാൽ ഏറ്റവും പരിശുദ്ധമായ ഈ ദിനങ്ങൾ പ്രകാശമാനമാക്കുകയും ചെയ്ത അനന്ത നന്മയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്ധകാരം അകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. ഇരുളിൽ പ്രകാശിക്കുന്ന ജ്യോതിസായി ഇന്ന് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെ പ്രത്യാശയോടെ അനുഗമിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വെളിച്ചമായിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ. നക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനികൾ അത്യന്ത സന്തോഷത്തോടെ കണ്ടെത്തിയ പ്രകാശത്താൽ പ്രകാശമാനമായ കർത്താവായ ക്രിസ്തുനാഥൻ്റെ പക്കൽ തീർത്ഥാടനം ചെയ്യുന്ന ആ തീർത്ഥാടനം അവസാനിക്കുമ്പോൾ അവിടെ നിങ്ങളും എത്തിച്ചേരുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സംപ്രീതയാകുമോ അമ്മേ ഞങ്ങൾ തൻ പ്രാർത്ഥനയാ, കൈകൂപ്പി നിൽക്കും നിൻ മക്കൾ ഞങ്ങൾ, ചൊരിയൂ കൃപാവരം തായേ, ചൊരിയൂ കൃപാവരം തായേ. വാത്സല്യദായികെ ജപമാല മാതാവേ, സ്നേഹത്തിൻ മുത്തുകൾ പൊഴിയൂ. ക്ലേശമാം ജീവിതം തളർത്തിയിടുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നു തായേ,